വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് ഇതിനെ മാർബിൾ കേക്ക് എന്നോ സീബ്ര കേക്ക് എന്നോ ഒക്കെ വിളിക്കാം. വാനില കേക്കും ചോക്ലേറ്റ് കേക്കും കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കേക്ക് ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ്. ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ഈ ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ചെയ്യുന്നത്. ഇതൊരു ടീ കേക്കായിട്ടൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വൈഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. വിസ്കും കയ്യിലില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഒരു മിക്സിയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. പഞ്ചസാര നന്നായിട്ട് മെൽറ്റാവുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒരുപാട് അടിച്ച് പതപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ കുക്കിംഗ് ഓയിലോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫ്ലേവർ ഇല്ലാത്ത ഓയിലായാൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഈ ഒരു മിക്സ്ചർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു അരിപ്പയിലൂടെയാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. 1/2 കപ്പ് മൈദയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുത്തിട്ട് നമ്മുടെ വെറ്റ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പാച്ചുല കൊണ്ടോ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഇതുപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. സ്പാച്ചുല കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരത്തെ ഞാൻ കാണിച്ച ആ വൈഡ് വിസ്കില്ലേ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി. വിപ്പ് ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ കറക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാണ്. ഈ കേക്ക് ബാറ്ററിന് പകുതി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പം വാനില കേക്ക് ബാറ്ററാണ് റെഡി ആയിട്ടുള്ളത്. ഇനി ഇതേ ബാറ്റർ തന്നെയാണ് നമ്മൾ ചോക്ലേറ്റ് കേക്കിന് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. പകുതി വനില നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി പകുതിയിലാണ് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നത്. അതും ഇതേപോലെ തന്നെ അരിപ്പയിലൂടെ വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ കേക്ക് ബാറ്റർ കുറച്ച് തിക്കായിട്ടാണുള്ളത്, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് പാൽ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ വാനില ബാറ്ററിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് ഈ ചോക്ലേറ്റ് ബാറ്ററും വേണ്ടത്. കൂടുതൽ പാൽ ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ നമുക്ക് വേണ്ടത്. 3 ലിറ്ററിൻ്റെ ഒരു അലുമിനിയം കുക്കറിൽ ഞാൻ ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അടിയിലായിട്ട് ഞാനൊരു ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മുടെ വനില കേക്ക് മിക്സ്ചറും ചോക്ലേറ്റ് കേക്ക് മിക്സ്ചറും ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരേപോലത്തെ 2 തവിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ വനില മിക്സ്ചർ ഒഴിച്ചു, അതിനുശേഷം നടുവിൽ തന്നെ ഞാൻ ചോക്ലേറ്റ് മിക്സ്ചർ ഒഴിച്ചു. അതുപോലെ ഇങ്ങനെ നടുവിൽ നിന്നായിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. ബാറ്റർ തീരുന്നത് വരെ ഈ ഒരു മെത്തേഡിൽ നമ്മുടെ കേക്ക് ബാറ്റർ കുക്കറിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ബാറ്റർ ആക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം മെസ്സ് ആവാതെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതും ഒരു സിമ്പിൾ മെത്തേഡ് തന്നെയാണ്, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാനിത് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൈഡർ വെബ് പോലത്തെ ഒരു ഡിസൈൻ ചെയ്യാണ്. കുക്കറിൻ്റെ അടിഭാഗം തൊടുന്ന രീതിയിൽ വേണം ഈ ഒരു ടൂത്ത് പിക്ക് ഓടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴേ ശരിക്കും ഉള്ളിലൊക്കെ ആ ഒരു മാർബിൾ എഫക്റ്റ് വരുള്ളൂ. അതിനുശേഷം ഞാൻ നടുവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലേക്കും ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ ഇടയ്ക്ക് ഈ ഒരു ടൂത്ത് പിക്ക് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി കുക്കർ മൂടി ഉപയോഗിച്ച് അടച്ച് വയ്ക്കുക. ഇതിൽ വെയിറ്റ്, അതായത് കുക്കറിൻ്റെ വിസിൽ എടുത്ത് മാറ്റണം. എപ്പോഴും പറയുന്ന കാര്യമാണ്. ഒരു പഴയ പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെയുള്ള 40 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് ഹൈറ്റുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ അറൗണ്ട് 35 മിനിറ്റ്സ് എനിക്ക് കുക്കിംഗ് ടൈം എടുത്തിട്ടുണ്ട്. 35 to 40 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ക്ലീനായി വരുന്നത് വരെ ആണ് നിങ്ങളിത് ബേക്ക് ആക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്കിത് ചൂട് തടയാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് നന്നായിട്ട് ചൂട് തടഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ സ്പാച്ചുല ഉപയോഗിച്ചിട്ടോ കേക്കിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. എന്നിട്ട് കേക്കിനെ പുറത്തേക്ക് എടുക്കുക. നല്ല നീറ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ബേക്കിംഗ് പേപ്പർ അതേപോലെ തന്നെ കുക്കറിലുണ്ട്.
നല്ല ഹൈറ്റിൽ തന്നെയാണ് നമുക്ക് കേക്ക് കിട്ടിയിട്ടുള്ളത്. കേക്കിൻ്റെ മേലെയുള്ളയും അതുപോലെ തന്നെ സൈഡിലുള്ളയൊക്കെ ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഈവനിങ് ചായൻ്റെ കൂടെയൊക്കെ അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് ഐസിങ് ചെയ്തിട്ട് അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ കേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അകത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ആ ഒരു സീബ്ര കേക്കിൻ്റെ എഫക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.